2007 മോഡൽ ഒമിനിയാണ്. ഇനി 2 വർഷം പേപ്പറുണ്ട്. 4 ടയർ കൊള്ളാം. MBFI ആണ്. ഇത് വണ്ടി 2010 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണിത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ്. 59,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് സെൻ എസ്റ്റിലോയാണ് വണ്ടി. വർഷം 2011 മോഡലാണ്. 11. ഒമിനി 2013 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2 പുത്തൻ ടയറുണ്ട്. 2 ടയർ ആവറേജ് ടയറാണ്. 2011 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അമരവള എന്ന് പറഞ്ഞ ഭാഗത്താണ് വന്നേക്കുന്നത്. ഇതൊരു വീടാണ്, ഷോപ്പായിട്ടല്ല, വീടാണ്. അപ്പം പ്രോപ്പർ സ്ഥലം എവിടെയാണെന്നുള്ളതും എങ്ങനെ വരണം എന്നുള്ളതും നമുക്ക് ഇവിടുത്തെ എന്നോട് ചോദിച്ചിട്ട് പറയാം. അല്ലാതെ പറയുകയാണെങ്കിൽ അമരവളയിൽ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ അകത്തോട്ട് വരുമ്പോഴുള്ളൊരു സ്ഥലമാണിത്. കറക്റ്റ് സ്ഥലം എനിക്ക് പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടാ അമരവിളയിൽ നിന്ന് പറഞ്ഞു തന്നോളൂ. അതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. എന്നാലും ചെറിയ ബഡ്ജറ്റിലെടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും നമ്മളെ ഈഞ്ചോള ചേട്ടനെയൊക്കെ പോലത്തെ മാന്യമായ വിലയിലൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് തന്നെയാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വേറെ ചാനലിൽ കണ്ടിട്ടുണ്ട്, നമ്മളെ നന്ദുവിൻ്റെ ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത്യാവശ്യം മാന്യമായ രീതിയിൽ വണ്ടികൾ വിൽക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയുടെ അടുത്താണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പം ചെറുതും വലുതുമായ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്നത്, എടുക്കാൻ കൊള്ളാവുന്നതായ നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. ഇതിലുപരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ഈഞ്ചോളയുടെ വീഡിയോ ചെയ്തിരുന്നു. അതിൽ കുറേ ആൾക്കാരൊക്കെ പേയ്മെൻറ്റ് ചെയ്തു, കുറച്ച് ആൾക്കാരെങ്കിലും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അത് അറ്റാച്ച് ചെയ്ത് തരാൻ ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ട് എനിക്കറിയാൻ വയ്യ അതിനെക്കുറിച്ച്, എങ്ങനെ പിന്നെ വേറൊരെണ്ണം ചെയ്ത് തരുന്നത് എങ്ങനെയാണ്. അപ്പോൾ വേറൊരു ചേട്ടൻ, ആ ചേട്ടന് 720 PS ചെയ്താൽ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ കണ്ടപ്പം ചിലപ്പോൾ ആ ചേട്ടന് ചെയ്യാൻ പറ്റി കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം ആ രീതിയിൽ അവർക്ക് ഉപകാരം ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളോടും, ഓരോ വ്യക്തികളോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ തുടർന്നും നിങ്ങളിൽ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് സഹായിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളും ക്വാളിറ്റിയൊക്കെ അങ്ങോട്ട് നോക്കിയിട്ട് വരാം. ബാ പ്രസാദ്, നമസ്കാരം. നമസ്കാരം. വേറെ ചാനലിലെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം മാന്യമായ വിലയിൽ കൊടുക്കുന്ന ഒരാളാണെന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ തോതിലുള്ള വണ്ടികളാണ് തോനെയും കൊടുക്കുന്നതെന്ന് എനിക്കറിയാം. അതിലെല്ലാം ഉപരി ആദ്യം ഈ സ്ഥലത്ത് ഈ വീട്ടിൽ എങ്ങനെ വരണമെന്നൊന്ന് കറക്റ്റ് പറഞ്ഞു. നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിങ്കരയിൽ നിന്ന് അമരവിള, പഴയ അമരവിള ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മഞ്ചവിളാകം കാരക്കോണം റൂട്ടിലാണ് അമ്പലം ജംഗ്ഷൻ. ഓക്കെ. അപ്പോൾ ഈ ഇവിടെ വന്നിട്ട് അന്വേഷിച്ചാൽ അറിയാൻ പറ്റുമല്ലോ. അമ്പലം ജംഗ്ഷൻ വന്നിട്ട് പറഞ്ഞാൽ മതി, ആരുടെ പറഞ്ഞാലും അറിയാൻ പറ്റും. ഓക്കെ. ഇപ്പം നമ്മുടെ കയ്യിൽ എത്ര രൂപ വണ്ടികളാണ് കിടക്കണേ? നമുക്കിപ്പോൾ 60 രൂപ മുതൽ അങ്ങോട്ട് കൊടുക്കാനുള്ള വണ്ടിയുണ്ട്. ഈ വീഡിയോയിൽ കാണിക്കാനുണ്ടോ? 60 രൂപ വണ്ടി കൊടുക്കാം. വണ്ടികളുടെയൊക്കെ ഒരു ക്വാളിറ്റി, നിലവാരം ഏത് രീതിയിലാണ് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ തന്നെയാണ്. കൂടുതൽ വണ്ടിയും സിംഗിൾ ഓണർ വണ്ടികളാണ് ഉള്ളത്. കമ്പനി സർവീസൊക്കെ ഉള്ള വണ്ടികൾ തന്നെയാണ്. തീരെ മോശം വണ്ടികളില്ല. ഇല്ല, മോശപ്പെട്ട വണ്ടികളൊന്നുമില്ല. ഇല്ല. കൺഫേം ആയിട്ട് വന്ന് എടുത്തോണ്ട് പോകാൻ ധൈര്യമായിട്ട് ആർക്ക് വേണം വന്ന് എടുക്കാം. പിന്നെ നമുക്കിവിടെ എക്സ്ചേഞ്ച് ഉണ്ട്. എക്സ്ചേഞ്ച് വേണമെങ്കിലും എടുക്കാം. ബൈക്കുമായിട്ട് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. ബൈക്കുമായിട്ട് വന്നാലും നിങ്ങൾക്ക് മാറ്റിയെടുത്തോണ്ട് പോകാം. 4 വീലർ വേണമെന്നുള്ളവർക്ക് ബൈക്കുമായിട്ട് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളും തന്നെ. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇത് ചെയ്ത് കൊടുക്കും. ലോൺ സൗകര്യങ്ങൾ 2012 ശേഷമുള്ള വണ്ടിക്ക് ചെയ്ത് കൊടുക്കാം. പേപ്പർ വർക്കുകൾ, ഇതിപ്പോ പൊതുവെ ഒരു ചീത്തപ്പേര് കിടക്കുന്ന പറഞ്ഞാൽ വണ്ടികളുടെ പേപ്പർ വർക്കുകൾ പെട്ടെന്ന് ചെയ്ത് തരത്തില്ല എന്നൊരു ചില ഷോപ്പുകൾക്ക് ഉണ്ട്. നമ്മുടെ ഇതിന് നമ്മളെല്ലാം കമ്പനിയിൽ നിന്ന് എടുക്കുന്ന വണ്ടികളാണ്. നമ്മൾ പാർട്ടിയിൽ നിന്ന് എടുക്കുന്ന വണ്ടികൾ വളരെ കുറച്ച് മാത്രമേ, ഈ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളൊക്കെ മാത്രമേ പാർട്ടിയിൽ നിന്നുള്ളൂ. ബാക്കി എല്ലാം കമ്പനിയിൽ നിന്നുള്ള വണ്ടികളാണ്. അതുകൊണ്ട് പേപ്പറിനെ പറ്റി നമ്മൾ എക്സ്ചേഞ്ച് വരുന്ന വണ്ടി എടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ പേപ്പറിനെ പറ്റി ആർക്കും ഒരു ഒരു ടെൻഷനും വേണ്ട. കൃത്യമായിട്ട് പേര് മാറി, നമ്മൾ അന്ന് തന്നെ പേര് മാറി വിടും. അന്ന് തന്നെ പേര് മാറി വിടും. രാവിലെ വന്നാൽ വൈകിട്ട് കൊണ്ടുപോകാം, വൈകുന്നേരം കൊണ്ടുപോകും. അപ്പോഴന്നെ പേര് മാറി വിടും വണ്ടി. പിന്നെ ബാക്കിയുള്ള എല്ലാം RTO പരമായിട്ട് ചിലപ്പോൾ 1 മാസമോ 15 ദിവസമൊക്കെ RTO എടുക്കും. മാറി വരുന്നതിന് നമ്മൾ അന്ന് തന്നെ പേര് മാറിയാണ് കൊടുക്കുന്നത്. നമ്മൾ പേര് മാറി വണ്ടി കൊടുക്കാറുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് അവർക്ക് കിട്ടുള്ളൂ. പേര് മാറി പോയാൽ മാത്രമേ പാർട്ടിക്ക് എക്സ്ചേഞ്ച് ബോണസ് കിട്ടുള്ളൂ. ഓക്കെ. ഇനി എൻ്റെ ഒരു സംശയം, ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ പഴയ വണ്ടികളും കൊടുക്കുന്നുണ്ട്. 60 രൂപ എന്ന് പറയുമ്പോൾ പഴയ വണ്ടി ആയിരിക്കുമല്ലോ. അപ്പം അത്തരത്തിലൊരു വണ്ടി കൊണ്ടുപോയി, അപ്പം കൊണ്ടുപോയി കഴിഞ്ഞ് കൊണ്ടുപോയ സമയത്തോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഒരാഴ്ചക്കകത്ത് മേജറായിട്ട് ഒരു പ്രശ്നം വന്നാൽ, മേജർ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാം. അങ്ങനെ വരില്ല.
വരൂല, അങ്ങനെ വരില്ല. പിന്നെ ഈ ഏറ്റവും റേറ്റ് ലോ ക്ലാസ് വണ്ടിയൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ പണികളൊക്കെ ഉണ്ടാവും. അത് ഒരു 10-15 രൂപ കൈ വെച്ചിട്ടേ ചെയ്യാവുന്ന ഞാനും ചില വീടുകൾക്ക് പറയാറുണ്ട്. അല്ലാതെ വണ്ടികളൊക്കെ ഇതൊക്കെ ആണെങ്കിൽ 100% നമുക്ക് ഗ്യാരണ്ടിയിൽ വണ്ടി കൊടുക്കാൻ പറ്റും. ആ, അത് എല്ലാ വണ്ടിയും 100% ഗ്യാരണ്ടി തന്നെ വണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. ഓക്കെ, ഇത് വണ്ടി 2010 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണിത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ്. 59,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ജെനുവിൻ തന്നെയാണോ? സിംഗിൾ ഓണർ വണ്ടിയാണ്, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്, അപ്പോൾ ജെനുവിൻ ആണ്. ഓക്കെ, ഇതിൽ ആൻഡ്രോയിഡ് ഉണ്ടായിരുന്നോ? ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ എടുത്തപ്പോൾ ഇല്ലായിരുന്നു, അവർ ഇളക്കിയിട്ട് തന്നെ ആയിരിക്കാം. അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പൊ അഥവാ ഈ കണ്ടീഷൻ. ഇല്ല, ഈ വണ്ടി ഇപ്പൊ എടുക്കാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു സ്പീക്കർ സെറ്റ് വെച്ച് കൊടുക്കാം. ഓക്കെ, എത്ര ചോദ്യം? ഇത് വണ്ടി ഇപ്പം പുതിയ ടെസ്റ്റ് എടുത്തു കൊടുക്കാം. ടെസ്റ്റ് നടത്തി 2031 വരെ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം വണ്ടി. ഓക്കെ, അപ്പൊ എത്രയാവും? ഇത് 1.30 ആണെങ്കിൽ ഫൈനൽ കൊടുക്കാൻ വേണ്ടി 1.30 ടെസ്റ്റ് ചെയ്ത് 1.30 കൊടുക്കും. കരുനാഗപ്പള്ളി RTOs ആണ് വണ്ടി. ഈ പുതിയ ടെസ്റ്റ് എടുത്ത് സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ RC ആണ് വണ്ടി. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. വേറെ ഒരു റീപ്ലേസോ ബോണറ്റ് ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നും റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണറാണ് വണ്ടി. 1.30. അപ്പോൾ ഒരു ടെസ്റ്റിന് 10-20 രൂപ എന്തായാലും ആവൂലേ? 20 രൂപയല്ല, ടാക്സ് ടെസ്റ്റ് എല്ലാം ചെയ്ത് വരുമ്പോൾ 30 രൂപ ആവും. 30 രൂപ. അപ്പം വണ്ടിക്ക് ഏകദേശം ഒന്നാണ് നമ്മളെ ചോദ്യം. ടെസ്റ്റ് കൂടി ചേർത്ത് 1.30. ഇപ്പൊ ടെസ്റ്റ് ചെയ്തേ കൊടുക്കുള്ളൂ വണ്ടി. ഓക്കെ, ടെസ്റ്റ് ചെയ്ത് കൊടുക്കും വണ്ടി. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഏത് വർഷം? ഇത് 2011 മോഡൽ വണ്ടിയാണ്. ഇനി 10 മാസം ഈ വണ്ടി പേപ്പറുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 4 പുത്തൻ ടയറുണ്ട്. 2 ഡോർ പവർ വിൻഡോ ആണ്. സിംഗിൾ ഓണറാണ്. 72,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇതും കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഫസ്റ്റ് പെയിന്റ് ഒക്കെ തന്നെയാണ്. അതിൽ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. ചെറിയ ചണക്ക്, അത് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വേണ്ട വണ്ടി. അത് ക്ലിയർ ചെയ്ത് കൊടുക്കൂ? ഇല്ല, ഈ കണ്ടീഷനിലാണ്. ഇനി ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ചെയ്ത് കൊടുക്കാം. അതിന്റെ ഒരു പേയ്മെന്റ് ആവും. ഇവിടെ അങ്ങനെ ചെറിയ തോതിൽ ഈ വണ്ടിയിൽ ചെറിയ സ്ക്രാച്ചുകളുണ്ട്. അല്ല, വേറെ റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒരു റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി സർവീസ് വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 1.5 ആണെങ്കിൽ കൊടുക്കാൻ വേണ്ടി. 1.5. ടയേഴ്സ് ഒക്കെ കൊള്ളാം. 4 പുത്തൻ ടയറാണുള്ളത്. 1.5. ഇതിന്റെ ടെസ്റ്റ് ഒക്കെ ഇനി 10 മാസം പേപ്പറുണ്ട്. 10 മാസം കൂടെ ഉണ്ട്. ഈ വർഷം തന്നെയാണ്. ഈ വർഷമാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്, കമ്പനി സർവീസാണ്. ഇത് 2015 മോഡലാണ്. ഇയോൺ 2015 മോഡലാണ്. മാഗ്ന പ്ലസ് ആണ് വേരിയന്റ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3rd ഓണർഷിപ്പാണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഒന്ന് തികച്ച് ഓടിയിട്ടുണ്ട്. ടയേഴ്സ് പുതിയതായിട്ട് മാറിയിട്ട് 4 പുത്തൻ ടയറുണ്ട്. സീറ്റ് കവറൊക്കെ കൊള്ളാം. 2 ഡോർ പവർ വിൻഡോസ് ആണ്. കുഴപ്പമില്ല. സ്റ്റീരിയോ അത് കുഴപ്പമില്ല, അതിൻ്റെ വൃത്തിയായിട്ട് തന്നെ ആയിട്ട് പോകുന്നുണ്ട്. കളർ ഫെയ്ഡ് അങ്ങനെയുള്ളതൊന്നും വരാനുള്ള സമയമായിട്ടില്ല. ഒന്നും ആയിട്ടില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ബാക്ക് ടയർ അത്യാവശ്യം കൊള്ളാൻ നല്ല ടയറാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസും ഇല്ല. എത്ര ചോദിക്കുന്നേ? 3rd ഓണർഷിപ്പാണ് വണ്ടി. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.80 ആണെങ്കിൽ കൊടുക്കാൻ വേണ്ടി. 1.80. മാഗ്ന പ്ലസ് ആണ് വണ്ടി. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം ഫുൾ ഓൺ കയറും. 2015 ആണ്. ഈ 1.80 ചോദിക്കുന്ന പിന്നെ എന്തെങ്കിലും കുറയോ? ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഒരു ബാർഗെയിനിങ്ങിന്റെ പേരമായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഒമിനി 2013 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2 പുത്തൻ ടയറുണ്ട്. 2 ടയർ ആവറേജ് ടയറാണ്. ഇതിൽ 82,000 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ജെന്യൂൻ ആണോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഉള്ളതുപോലെ നമുക്ക് ഈ കള്ളം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ വണ്ടിയാണ്. 82,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വേറെ എന്തെങ്കിലും റീപ്ലേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഫ്ലോറിൽ തുരുമ്പോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? തുരുമ്പൊന്നുമില്ല. മാറ്റടിച്ചേക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചേ, കാണാൻ പറ്റത്തില്ലല്ലോ. വണ്ടിക്കാകം കുഴപ്പമില്ല. എത്ര ചോദ്യം? MBFI ആണ് വണ്ടി. എത്ര ചോദ്യം? MBFI ആണ്. 1.35 ആണെങ്കിൽ കൊടുക്കാം. 1.35. 2013 വണ്ടി. 1,00,000 രൂപ ഫൈനാൻസും കിട്ടും. 1,00,000 രൂപ ഫൈനാൻസ് കിട്ടും. 2 ടയർ മോശമാണ്. 2 ടയർ മോശം ടയർ മാറി കൊടുക്കൂ? ഇല്ല, ഈ കണ്ടീഷനിലാണ് പറയുന്നത്. എല്ലാ വണ്ടി ഈ കണ്ടീഷനാണ്.
അടുത്ത സെൻ എസ്റ്റിലോയാണ് വണ്ടി. വർഷം 2011 മോഡലാണ്. 11. ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ് വണ്ടി. 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 72. ഇതെങ്ങനെയാണ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാ? ഇത് കമ്പനി സർവീസ് ഇല്ല. കിലോമീറ്റർ ജെന്യൂൻ പറയാൻ പറ്റുമോ? ജെന്യൂൻ ആയിരിക്കണം. അപ്പോൾ 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കമ്പനി സർവീസ് ഉള്ള വണ്ടി മാത്രമേ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഡോർ പാഡൊക്കെ ഡോറൊക്കെ പിടിച്ചിട്ട് നല്ല ബലത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. അധികം വലിച്ചു കുറച്ച് ടയറൊക്കെ മാറി കൊടുക്കും കേട്ടോ ഈ വണ്ടിയുടെ. ഈ വണ്ടിക്ക് മാറി കൊടുക്കും. കാരണം ഈ വണ്ടി ഇപ്പൊ ടെസ്റ്റ് നടത്തി കൊടുക്കും. വണ്ടി ടെസ്റ്റ് നടത്തി കൊടുക്കാം. അപ്പോൾ എത്ര ചോദ്യം? ഇത് ടെസ്റ്റ് നടത്തി 1.45 കൊടുക്കാം. 1.45. 5 വർഷത്തെ പേപ്പർ എടുത്ത് കൊടുക്കാം. ടയറുകളും മാറും ആ സമയത്ത്. ഒരു ടയർ മാറും. ഒരു ടയറേ ഉള്ളൂ മോശമുള്ളൂ. ആ ടയർ മാറി കൊടുക്കും. ഓക്കെ. ഇത് 2014 മോഡലാണ്. ആൾട്ടോ കേട്ടൺ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓട്ടം എന്തുവാ? 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. അതുകൊണ്ടാണ് ജെന്യൂൻ പറഞ്ഞത്. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലാത്ത വണ്ടികളൊന്നും നമുക്ക് ജെന്യൂൻ പറയാൻ പറ്റൂല. വണ്ടിക്കകമൊക്കെ കൊള്ളാം. നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. സിംഗിൾ ഓണറാണ് വണ്ടി. 79,000 ഇവിടെ മാറുന്ന ചെറിയൊരു കീറുണ്ട്. അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. പവർ വിൻഡോസ് ഒന്നുമില്ല. LXI പവർ വിൻഡോ വരൂല. ഓക്കെ. ബാക്ക് സൈഡും ഒക്കെ കൊള്ളാം. നീറ്റാണ്. പക്ഷെ ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നല്ല നീറ്റാണ്. വേറെ അപകടങ്ങളൊന്നുമില്ല. ടയേഴ്സ് ആവറേജ് ടയേഴ്സ്. എത്ര ചോദ്യം? 1.80 ആണെങ്കിൽ കൊടുക്കാം. 1.80. ഫുൾ ലോൺ കിട്ടും വണ്ടി. ഫുള്ള് കിട്ടും. ഫുൾ ലോൺ കയറും വണ്ടി. 2014 വണ്ടി. ഫുൾ ലോൺ കിട്ടും വണ്ടി. 2011 മോഡലാണ്. ഇനി 10 മാസം പേപ്പറുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 87,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 87. ടയർ ഭാഗങ്ങളൊക്കെ കൊള്ളാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇല്ല. കിലോമീറ്റർ ജെന്യൂനാണോ? കമ്പനി സർവീസ് ഇല്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. കമ്പനി സർവീസ് വണ്ടി അല്ല. വണ്ടിക്കകം കാണാൻ കൊള്ളാം. വൃത്തിയായിട്ടിരിപ്പുണ്ട്. കമ്പനി സർവീസ് വണ്ടി അല്ല. എത്ര ചോദ്യം? ഇത് 1.5 ആണെങ്കിൽ കൊടുക്കാം വണ്ടി. 1.5. ടയർ ഭാഗങ്ങളെല്ലാം കൊള്ളാം. ഓക്കെ. വേറെ ഒന്നുമില്ല. ഇത് 2008 മോഡലാണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90. ഇതിൽ സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല. കമ്പനി വണ്ടി കൊള്ളാം. വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഇത് 4 അലോയ് വീലുണ്ട് വണ്ടി. ഡോർ പാഡൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതിൽ പക്ഷേ 1-2 ഇതേപോലുള്ള ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. എത്ര ചോദ്യം? 4 അലോയ് വീലുണ്ട്. ഇത് വണ്ടി കമ്പനി ഗ്യാസാണ്. കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ. എത്ര ചോദ്യം? എത്ര? ഇത് വണ്ടി 98 രൂപയാണെങ്കിൽ കൊടുക്കാം. 98. അത് ടൊയോട്ട കോളിക്സ് 2000 മോഡൽ വണ്ടിയാണ്. 2000. എന്ത് ഓടിയിട്ടുണ്ട്? പുതിയ 5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 5 lakhs. ഇതൊന്നും പിന്നെ 5 ഒരു കിലോമീറ്റർ അല്ല. എന്തായാലും 5 ലക്ഷം കിലോമീറ്റർ തുറന്നു പറഞ്ഞ മുതലാളി നിങ്ങൾ മാത്രമായിരിക്കും. അല്ല, നമുക്ക് അതിൻ്റെ ആവശ്യം. നമുക്ക് അതിൽ കാണുന്ന എന്താണോ അത്. നമുക്ക് കിലോമീറ്റർ മറിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളതുപോലെ കച്ചവടം. ഇതൊക്കെ 12 ലക്ഷം 10 ലക്ഷത്തിന് മുകളിൽ നന്നായിട്ട് ഓടും വണ്ടി. ഇത് പുതിയ പേപ്പറാണ് വണ്ടി. 2030 ഡിസംബർ വരെ വണ്ടി പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്രയായിരുന്നു? 4ാമത്തെ ഓണർഷിപ്പാണ്. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. AC പവർ ഷെയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉള്ള വണ്ടിയാണ്. സെൻട്രൽ AC ഒക്കെ ഉള്ളതാണ്. AC ഒന്ന് നോക്കണം. AC കൂളിംഗ് കുറവാണ്. കറക്റ്റ് ചെയ്ത് കൊടുക്കൂ അതോ ഈ കിടക്കണ കണ്ടീഷനിലാണ് ഞാൻ എല്ലാ വണ്ടിയും പറയുന്നത്. ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അല്ല, നേരത്തെ വണ്ടി ടെസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ടയർ മാറി ചെയ്യാമെന്ന് പറഞ്ഞത്. പഴമയുടേതായ 2000 മോഡലല്ലേ? അതെ, ഇത്രയും വർഷമായതിന്റെ ഒരു ഇതുണ്ട്. 5 വർഷം പേപ്പറുണ്ട്. പുതിയ പേപ്പറാണ്. 2030 ഡിസംബർ വരെ പേപ്പറുണ്ട് വണ്ടി. ഇത് മൈലേജ് ഈ വണ്ടിക്ക് നമുക്ക് പറയാൻ പറ്റുമോ? മൈലേജ് എന്തായാലും ഒരു 13-14 മൈലേജ്. ഡീസൽ 13-14 മൈലേജ് കിട്ടും. ഇറങ്ങിയ സമയത്ത് പുലി തന്നെയായിരുന്നു. അതിപ്പോഴും അത് വണ്ടിക്ക് മാർക്കറ്റ് ഉണ്ട്. ഇത് പൊതുവെ അങ്ങനെ കടകളിൽ കാണാനില്ല. ഇതിനിങ്ങനെ നോക്കി നടക്കുന്നവർ ഒരുപാട് പേരുണ്ട്.
ഇത് എത്രയാണ് ചോദിക്കുന്നത്? എത്ര? ഇത് 1,70 കൊടുക്കാം. 1,70. 1,70. ബോഡി പുറമേ കാണുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കൊള്ളാം. ടയേഴ്സൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇത് ബൊലേറോ 2007 മോഡൽ വണ്ടിയാണ്. DI എഞ്ചിനാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പാണ്. 4. 27 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. 27 ലാസ്റ്റ് വരെ. 27 ലാസ്റ്റ് വരെ. DI എഞ്ചിനാണ് വണ്ടി. എത്ര ചോദ്യം? ഇത് 2,10 കൊടുക്കാം. 2,10. ഇത് മൈലേജ് എങ്ങനെയായിരിക്കണം? മൈലേജ് 10-17 മൈലേജ് കിട്ടും. ആ റേഞ്ച് ഉണ്ടോ? DI ആണ്. DIക്ക് കിട്ടും, ഉറപ്പാണ്. വണ്ടിയുടെ സീറ്റൊക്കെ ഇച്ചിരി മോശമാണ്. അത് ക്ലിയർ ചെയ്യേണ്ടി വരും. ഇച്ചിരി മേറ്റ് മാത്രം ചെയ്താൽ മതി. മേറ്റും സീറ്റും അത് ഇച്ചിരി മോശമാണ്. ഡോർ പാഡൊക്കെ ഒന്നും കുഴപ്പമില്ല. തുരുമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. തുരുമ്പൊന്നുമില്ല. ഇപ്പം വണ്ടി പുതിയ പെയിൻ്റാണ്. പുതിയ പെയിൻ്റാണ്. ഓക്കെ, അതുകൊണ്ട് അത് ആ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല. പാച്ച് വർക്കൊന്നുമില്ല. പുതിയ പെയിൻ്റാണ്. എഞ്ചിൻ നല്ല കണ്ടീഷൻ എഞ്ചിനാണ്. 2 പുത്തൻ ടയറുണ്ട്. എത്ര ചോദ്യം? എത്ര? ഇത് 2,10 കൊടുക്കാം. 2,10. 2011 മോഡലാണ്. 800. 2011 മോഡൽ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ നമുക്ക് ജെനുവൻ പറയാൻ പറ്റുമോ? ജെനുവൻ തന്നെയാണ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, വണ്ടിക്കകം കൊള്ളാം കേട്ടോ, വൃത്തിയായിട്ടിരിപ്പുണ്ട്. അത് കുഴപ്പമില്ല. സീറ്റ് കവറൊക്കെ ആണെങ്കിൽ നീറ്റാണ്. വേറെ തുരുമ്പ് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വേറെ രീതിയിലൊക്കെ കൊള്ളാം. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. MBFI. എത്ര ചോദ്യം? ഇത് 78 രൂപ വേണമെങ്കിൽ കൊടുക്കാം. 78. 2011 ചെറിയൊരു ഞണുക്ക് മാത്രമേ ഉണ്ട്. ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടല്ലേ ബമ്പറിൽ. ഒന്ന് ടച്ചപ്പ് ചെയ്യണം. ടച്ചും പോളിഷ് ചെയ്താൽ പേപ്പറൊക്കെ എത്ര ആള്? ഇത് ഇനി 6 മാസം കൂടി പേപ്പറുണ്ട്. 6 മാസം കൂടി. ഈ വർഷം എന്തായാലും ടെസ്റ്റ് ഉണ്ട്. ഈ വർഷം ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റിന് ഒരുപാട് പൈസ ഒന്നും ആവില്ല. ഒരു 15-16 രൂപ ആവുള്ളൂ. അതേ ആവുള്ളൂ. അപ്പോൾ ഇത് എത്ര ചോദിക്കുന്നത്? ഇത് 78 രൂപ വേണമെങ്കിൽ കൊടുക്കാം. 78. ടെസ്റ്റ് വരുന്ന മാസമാണ്. അപ്പോൾ എന്തെങ്കിലും കൂടിയൊക്കെ ഇല്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ ടെസ്റ്റ് നടത്തി വെച്ചാൽ ഒരു 1-10 വയ്ക്കും. കാരണം ഈ വണ്ടി മാർക്കറ്റുണ്ട്. കാരണം ഇപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഈ അവരിങ്ങനെ ഓടി നടക്കുകയാണ്. ഞാൻ ഇപ്പോൾ തന്നെ ഒരു 7-8 വണ്ടി വിറ്റു. എല്ലാം വിറ്റതെല്ലാം ഇത് ഇത്രയും ഉള്ളതുകൊണ്ടാണ്. ഡ്രൈവിംഗ് സ്കൂൾ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. മാർക്കറ്റ് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഈ വണ്ടികൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അവർക്ക് 20 വർഷമായ വണ്ടി ഉപയോഗിക്കാൻ പറ്റൂല. ടയർ കൊള്ളാം. ഇതിപ്പോൾ ടെസ്റ്റ് നടത്തി വിറ്റാൽ ഞാൻ 1-10 സുഖമായിട്ട് വിൽക്കാം. പിന്നെ നമുക്ക് അതിന്റെ പുറകെ ഇനി 6 മാസം ഇട്ടിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പേയ്മെന്റ് ഇറങ്ങി പോവുക. അതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വിലയ്ക്ക് കൊടുക്കുന്നത്. ടെസ്റ്റ് കഴിഞ്ഞാൽ 110. 2011 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസാണ് വണ്ടി. ഫുൾ കമ്പനി സർവീസാണ്. രണ്ടാമത്തെ ഓണർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. എവിടെ കൊണ്ടാണോ കേൾക്കുന്നത്? തെറ്റുന്നില്ല. സെറ്റ് 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. കൊള്ളാം, നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസാണ് വണ്ടി. അഡീഷണൽ വെച്ചാണല്ലേ? ഇതിൽ പവർ വിൻഡോ വരില്ല. അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. ഫുൾ കമ്പനി സർവീസ് വണ്ടിയാണ്. നല്ല ടയറും കൊള്ളാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസാണ്. 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര ചോദ്യം? ഇത് 1,20 കൊടുക്കും. 1,20. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് വണ്ടിയാണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 2007 മോഡൽ ഒമിനിയാണ്. ഇനി 2 വർഷം പേപ്പറുണ്ട്. 4 ടയർ കൊള്ളാം. MBFI ആണ്. കിലോമീറ്ററൊക്കെ ഇത് ജെന്യൂൻ ഒന്നും അല്ല. ഇതിലിപ്പോൾ 28,000 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അതൊന്നും ജെന്യൂൻ അല്ല. ഫ്ലോറിന്റെ ഒരു കണ്ടീഷൻ നോക്കിയോ? ഈ കിടക്കുന്നതാണ് ഫ്ലോറിന്റെ ഒരു കണ്ടീഷൻ. പാച്ച് വർക്ക് ഒന്നുമില്ല. ഇല്ല. സീറ്റ് മാത്രം കീറി ഒക്കെ കിടപ്പുണ്ട്. അത് സീറ്റ് അവർ ഇട്ട് കൊടുക്കുമോ? സീറ്റ് വേണമെങ്കിൽ വേറൊരു സീറ്റ് കൊടുക്കാം. പാച്ച് വർക്ക് ആയിട്ടൊന്നുമില്ല കേട്ടോ. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. MBFI ആണ്. ഈ സീറ്റ് കവർ മൊത്തം മാറി പറ്റുള്ളൂ. സീറ്റ് വേറൊരു സീറ്റ് കൊടുക്കാം. വേറെ സീറ്റ് കൊടുക്കാം. ബാക്ക് സീറ്റ് വേറെ കൊടുക്കാം. ഓക്കെ, എത്ര ചോദ്യം? ഇത് 80 രൂപ വേണമെങ്കിൽ കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. പേര് മാറി കൊടുക്കും വണ്ടി. ഇനി എത്ര നാളോട് പേപ്പർ? 2 വർഷമുണ്ട് പേപ്പർ. 2 വർഷം കൊണ്ട് കിടപ്പുണ്ട്.
വേറെ പുതിയ ഇൻഷുറൻസും എടുത്ത് പേര് മാറി കൊടുക്കാം. ഇതെന്താ പൊട്ടിയിട്ടേ? അത് ചെറിയ അവിടെ പെയിന്റുകളായി പോയി. അത്രേ ഉള്ളൂ. അതൊക്കെ വർക്ക് ചെയ്യോ? ഇല്ല, ഈ സീറ്റ് കവർ മാത്രം. സീറ്റ് കവർ മാത്രം, വേറൊരു സീറ്റ് കൊടുക്കും. ഓക്കെ. 80 രൂപ. 80 രൂപ. MBFI ആണ്, 2007 മോഡലാണ്. 2007 മോഡലാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെയിന്റ് ഒക്കെ ചെയ്യാനുണ്ട്. സ്ക്രാച്ച് പിള്ളേരാണ്ട് കയറി അലമ്പാക്കി എന്നുള്ള രീതിക്ക്. LXI ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ഒക്കെ ജെനുവൻ ആണോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. LXI ആണ്. ഓക്കെ. കുറച്ച് സ്ക്രാച്ച് ഉണ്ട് എന്നുള്ളതാണ്. അതേ ഉള്ളൂ. വണ്ടി മെക്കാനിക്കും എഞ്ചിനും ഒക്കെ നല്ല കണ്ടീഷൻ എഞ്ചിനാണ്. ബോഡിയിൽ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 60 രൂപ. അതിലാണ് 60 രൂപയാണെങ്കിൽ കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് ആണ്. ഇത് പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കും. ഇതിന്റെ പേപ്പർ വർക്കൊക്കെ ചെയ്ത് കൊടുക്കും. എല്ലാം പുതിയതായിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. ടെസ്റ്റ് 27 ലാസ്റ്റ് വരെ ഉണ്ട്. 2007 വണ്ടിയല്ലേ, ഇനി 2 വർഷം പേപ്പറുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കും വണ്ടി. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. 60 രൂപ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും എടുക്കാൻ കൊള്ളാവുന്ന വണ്ടികളായിരുന്നു. കാലപ്പഴക്കത്തിൻ്റെതായ സ്ക്രാച്ച് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചെറിയ ഡാമേജുകളുണ്ട്. എല്ലാ വണ്ടിക്കും ഇല്ല. ആ കോളിസ് അങ്ങനെയൊക്കെയുള്ള 1-2 വണ്ടിക്ക് അങ്ങനെയുള്ള കണ്ടിട്ടുണ്ട്. അല്ലാത്ത പക്ഷം വണ്ടികൾ കാണാനൊക്കെ നല്ലതായിരുന്നു. ആക്സിഡൻറ്റ് വണ്ടികളൊന്നുമില്ല. പിന്നെ ഒരു 3-4 വണ്ടിയോളം കമ്പനി സർവീസുള്ള വണ്ടിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളും കിടക്കുന്ന ഒരു വീഡിയോ ആണ്. അതേപോലെ തന്നെ വണ്ടികൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അതേപോലെ കളർ ഫെയ്ഡോ അങ്ങനെയുള്ളതൊന്നും വന്നിട്ടില്ല. ചില വണ്ടികളുടെ ബോഡിയിൽ ചെറിയ തോതിലുള്ള സ്ക്രാച്ചുകൾ, അതൊരു 2 വണ്ടി 3 വണ്ടിയുണ്ട്. ആ ടൈപ്പ് വണ്ടികളുണ്ട്. അല്ലാത്ത പക്ഷം എല്ലാ വണ്ടികളും നല്ലതായിരുന്നു. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി പറയാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ കൂടി ചെയ്ത് തന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ